രാത്രി മുഴുവനും ഉറങ്ങാതെ ഒരേ കാര്യം തന്നെ മനസ്സിൽ റീപ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? ഞാനെടുത്ത തീരുമാനം ശരിയാണോ? ഭാവിയെക്കുറിച്ചുള്ള ചിന്തകൾ, കഴിഞ്ഞുപോയ നാളുകളിൽ പറ്റിയ തെറ്റുകൾ എന്നിവ നിങ്ങളെ അലട്ടാറുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. പലരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണിത്. അമിതമായ ചിന്ത, ഓവർ തിങ്കിങ് എന്ന ട്രാപ്പാണിത്. പലപ്പോഴും നമ്മൾ ഓവർ തിങ്കിങ് ചെയ്യുമ്പോൾ കരുതുന്നത് നമ്മൾ പ്ലാൻ ചെയ്യുകയാണ്, പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്നെല്ലാമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഓവർ തിങ്കിങ് ചെയ്യുകയാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത്? ആദ്യമായി റിപ്പിറ്റേറ്റീവ് തോട്ട്സ്, നിരന്തരമായ ചിന്തകൾ. വീണ്ടും വീണ്ടും ഒരേ ചിന്ത തന്നെ കടന്നു വരികയും അതിന് കാര്യമായൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ. നിരന്തരമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ലൂപ്പിൽ സ്റ്റക്കായി പോയ പോലെ തോന്നുന്നത്. മറ്റൊന്നാണ് നോട്ട് ഏബിൾ ടു ലെറ്റ് ഗോ ഓഫ് പാസ്റ്റ് ഓർ ഫ്യൂച്ചർ. കഴിഞ്ഞുപോയ കാര്യത്തെയോ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളോ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ. കഴിഞ്ഞുപോയ നാളുകളിൽ പറ്റിയ ഒരു തെറ്റ് അല്ലെങ്കിൽ ഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു നെഗറ്റീവായ കാര്യത്തെക്കുറിച്ചോ ഇവർ ആകുലപ്പെട്ടുകൊണ്ടിരിക്കും. ഇവർ ചെറിയ കാര്യങ്ങളെ പോലും അനലൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നവരാണ്. മറ്റൊന്നാണ് ഹൈറ്റൻഡ് ആങ്സൈറ്റി ഓർ സ്ട്രെസ്. ഉയർന്ന നിലയിലുള്ള ഉത്കണ്ഠയും മാനസിക പിരിമുറുക്കവും. അമിതമായ ചിന്തയുള്ള ആളുകൾക്ക് കാര്യമായ കാരണം ഒന്നും കൂടാതെ തന്നെ ഉത്കണ്ഠയും ആകുലതയും അനുഭവപ്പെടുന്നു. മനസ്സെപ്പോഴും ചിന്തകളിൽ മുഴുകുന്നത് മൂലം ഉറങ്ങാനോ റിലാക്സ് ചെയ്യാനോ ഇക്കൂട്ടർക്ക് പ്രയാസമാണ്. അടുത്തതാണ് ഫിസിക്കൽ സിംറ്റംസ്, ശാരീരികമായ പ്രശ്നങ്ങൾ. ഓവർ തിങ്കിങ് ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നു. ഉദാഹരണമായി തലവേദന, ക്ഷീണം, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ. അടുത്തതാണ് പ്രോക്രാസ്റ്റിനേഷൻ ആൻഡ് ഡിഫിക്കൽട്ടി ഇൻ ടേക്കിംഗ് ഡിസിഷൻസ്. ഇക്കൂട്ടർ കാര്യങ്ങളെ ഓവർ അനലൈസ് ചെയ്യുന്നു. എന്തെല്ലാമാണ് ഓപ്ഷൻസ്, അവയുടെ അനന്തരഫലങ്ങൾ എന്തെല്ലാമായിരിക്കും എന്നിങ്ങനെ പലതും. ഇത് തീരുമാനങ്ങളിലേക്ക് എത്തുന്നത് ഡിലേ ചെയ്യുന്നു. ഇങ്ങനെയുള്ള പ്രത്യേകതകളുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്യുന്നവരാണ്. അപ്പോൾ എങ്ങനെയാണ് ഓവർ തിങ്കിങ് നമ്മെ ബാധിക്കുന്നത്? ഓവർ തിങ്കിങ്, അമിത ചിന്ത നമ്മുടെ മാനസികവും വൈകാരികവും ശാരീരികവുമായ വെൽബീയിങ്ങിനെ ബാധിക്കുന്നു. ആദ്യമായി മുൻപ് സൂചിപ്പിച്ച പോലെ അമിതമായ ഉത്കണ്ഠയും മാനസിക പിരിമുറുക്കവും ഇതുമൂലമുണ്ടാകുന്നു. മറ്റൊന്നാണ് തീരുമാനത്തിലേക്ക് എത്താനുള്ള പ്രയാസം. ഞാനെടുക്കുന്ന തീരുമാനം ശരിയാണോ, തെറ്റിപ്പോകുമോ എന്ന ചിന്ത കാര്യങ്ങളെ പല രീതിയിലും വിശകലനം ചെയ്യാൻ കാരണമാകുന്നു. അടുത്തതാണ് അമിത ചിന്ത മെൻ്റൽ ഫെറ്റീഗിന്, മെൻ്റൽ എക്സോഷന് കാരണമാകുന്നുവെന്നത്. വ്യക്തമായി ചിന്തിക്കാനോ ഫോക്കസ് ചെയ്യാനോ ക്രിയേറ്റീവായി ചിന്തിക്കാനോ സാധിക്കാതെ വരുന്നു. അടുത്തതാണ് നെഗറ്റീവ് ഇമോഷൻസിന് കാരണമാകുന്നുവെന്നത്. കഴിഞ്ഞുപോയ കാലത്തിൽ സംഭവിച്ച തെറ്റുകളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറ്റബോധവും സെൽഫ് ഡൗട്ടും നിരാശയും മറ്റുമുണ്ടാകുന്നു. മറ്റൊന്ന് മുൻപ് സൂചിപ്പിച്ച പോലെ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നു. തലവേദന, ഉറക്കക്കുറവ്, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, പേശിവേദന തുടങ്ങിയവ. അടുത്തതാണ് അത് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ, കാര്യക്ഷമതയെ ബാധിക്കുന്നുവെന്നത്. ചെറിയ കാര്യങ്ങളിൽ കൊടുക്കുന്ന അമിതമായ ശ്രദ്ധ മൂലം ഉദ്ദേശിച്ച ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ ഇവർക്ക് സാധിക്കാതെ വരുന്നു. അവസാനമായി ഇവ ബന്ധങ്ങളെയും ബാധിക്കുന്നുവെന്നത്. ഓവർ തിങ്ക് ചെയ്യാൻ കാരണമായ പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്താണെന്ന് അറിഞ്ഞാൽ അവയെ അഡ്രസ് ചെയ്യുന്നത് കൂടുതൽ എളുപ്പമായിരിക്കും. ഒന്ന്, ഫിയർ ഓഫ് ദി അൺനോൺ, അൺസർട്ടനിറ്റി. ഭാവിയെക്കുറിച്ച് കൃത്യതയില്ലാത്തത്, അറിവില്ലാത്തത് ഓവർ തിങ്കിങ്ങിന് ഒരു വലിയ കാരണമാണ്. ഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള അപകടങ്ങളെ മുൻകൂട്ടി കണ്ട് അതിനായി ഒരുങ്ങുന്നത് പരിഹാരമായി ഇവർ കാണുന്നു. 2, പെർഫെക്ഷനിസം. കാര്യങ്ങൾ പെർഫെക്റ്റ് ആകണമെന്ന ചിന്ത. ഇതുമൂലം എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ, ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്നിവ പെർഫെക്റ്റ് ആണോ, അതിൽ തെറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് ഇവർ വിലയിരുത്തിക്കൊണ്ടേയിരിക്കുന്നു. മറ്റൊന്നാണ് ലോ സെൽഫ് കോൺഫിഡൻസ്, ലാക്ക് ഓഫ് സെൽഫ് ട്രസ്റ്റ്. കുറഞ്ഞ ആത്മവിശ്വാസം, സ്വയം വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥ. തങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ, തങ്ങളുടെ കഴിവുകൾ എന്നിവയെ അവർ സംശയിക്കുന്നു. അത് കാര്യങ്ങളെ വീണ്ടും വീണ്ടും വിശകലനം ചെയ്യാൻ കാരണമാകുന്നു. 4, ട്രോമ ഓർ നെഗറ്റീവ് പാസ്റ്റ് എക്സ്പീരിയൻസ്. കഴിഞ്ഞുപോയ കാര്യങ്ങളിൽ ഉണ്ടായ കൈപ്പേറിയ അനുഭവങ്ങൾ, തെറ്റുകൾ ഭാവിയിൽ ആവർത്തിക്കുമോ എന്ന ഭയവും അവയെ
തടയുന്നതിനായുള്ള പരിശ്രമവും ഓവർ തിങ്കിങ്ങിന് കാരണമാകാം. 5. ഡിസയർ ഫോർ കൺട്രോൾ. ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങളെ, നെഗറ്റീവായ കാര്യങ്ങളെ എങ്ങനെ തടയാൻ സാധിക്കുമെന്ന ചിന്ത ഇക്കൂട്ടരെ എല്ലാം നിയന്ത്രിക്കുവാൻ പ്രേരിപ്പിക്കുന്നു. 6. നീഡ് ഫോർ വാലിഡേഷൻ. ചില ആളുകൾ മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടുന്നതിനായി ഇങ്ങനെ ചെയ്യുന്നു. എന്നെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് കരുതുമെന്ന ചിന്ത അവരെ കാര്യങ്ങൾ വീണ്ടും മനസ്സിൽ റീപ്ലേ ചെയ്ത് തങ്ങൾ ശരിയായി തന്നെയാണോ എല്ലാം ചെയ്തതെന്ന് അനലൈസ് ചെയ്യാൻ പ്രേരിപ്പിക്കും. ഇങ്ങനെയുള്ള പ്രത്യേകതകളുള്ള വ്യക്തികൾക്ക് അമിത ചിന്തയുണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെയെങ്കിൽ ഓവർ തിങ്കിങ് എന്ന ട്രാപ്പിൽ നിന്നും പുറത്തു വരാൻ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് അടുത്തതായി നോക്കാം. ഓവർ തിങ്കിങ് ചെയ്യുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായും. എന്നാൽ അതിന് പരിശീലനവും സ്ഥിരതയും ആവശ്യമാണ്. അത് നേടിയെടുക്കുന്നതിനായി പല കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. 1. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ്. മൈൻഡ്ഫുൾനെസ് നേടുന്നതിനായി ഡീപ്പ് ബ്രീതിങ്ങും മെഡിറ്റേഷനും റെഗുലറായി പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. ഇത് നമ്മുടെ തലച്ചോറിനെ റീവയർ ചെയ്ത് ഈ ഒരു നിമിഷത്തിലായിരിക്കുവാൻ, പ്രസന്റ് മൊമെന്റിലായിരിക്കുവാൻ പരിശീലിപ്പിക്കുന്നു. 2. ഓവർ തിങ്കിങ്ങിനായി ടൈം സെറ്റ് ചെയ്യുന്നത്. ഒരു നിശ്ചിത സമയം ഇതിനായി മാറ്റിവെക്കാം. ഒരു പക്ഷേ 10 മുതൽ 15 മിനിറ്റുകൾ. ആ സമയം തീർന്നാൽ മനഃപൂർവ്വം അതിൽ നിന്നും മാറുക. ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചുള്ള ചിന്ത നിരന്തരമായി നമ്മെ അലട്ടുന്നുണ്ടെങ്കിൽ ഒരു വറി ടൈം സെറ്റ് ചെയ്യാം. ഈ ഒരു സമയത്തിന് പുറത്ത് ചിന്ത വരുമ്പോൾ സ്വയം പറയാം, ഞാൻ ഈ ചിന്തയെ എൻ്റെ വറി ടൈമിൽ കൈകാര്യം ചെയ്യുന്നതാണ്. 3. ചലഞ്ചിങ് നെഗറ്റീവ് തോട്ട്സ്. നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാകുമ്പോൾ സ്വയം ചോദ്യം ചെയ്യാം, ഈ ഒരു ചിന്ത സത്യമാണോ? ഇത് റിയലിസ്റ്റിക് ആയ ഒരു ചിന്തയാണോ? ഇത് എത്ര ശതമാനം നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് എന്നെല്ലാം. ആ ചിന്ത തെറ്റാണെന്ന് തെളിയിക്കാൻ കാരണങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കാം. 4. ഫോക്കസ് ഓൺ വാട്ട് യു ക്യാൻ കൺട്രോൾ. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് എനിക്കതിൽ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. എൻ്റെ കൺട്രോളിലല്ലാത്ത കാര്യത്തെ വിട്ടുകൊടുക്കാൻ പഠിക്കാം. ചെയ്യാൻ സാധിക്കുന്ന കാര്യം ഒരു ചെറിയ കാര്യമാണെങ്കിലും അത് ചെയ്യാം. ഇത് ചിന്തയിൽ നിന്നും പ്രവൃത്തിയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ മാറ്റാൻ സഹായിക്കും. 6. എൻഗേജിങ് ഇൻ ഫിസിക്കൽ ആക്ടിവിറ്റി. നടക്കുന്നതും ഓടുന്നതും എക്സസൈസ് ചെയ്യുന്നതും മറ്റും സ്ട്രെസ് കുറയ്ക്കുവാനും അമിത ചിന്തയിൽ നിന്നും ശ്രദ്ധയെ മാറ്റുവാനും സഹായിക്കുന്നു. ഇത് ശരീരത്തിൽ എൻഡോർഫിൻസ് റിലീസ് ചെയ്യപ്പെടുവാനും നമ്മുടെ മൂഡ് ഇംപ്രൂവ് ചെയ്യുവാനും സഹായിക്കും. കൂടാതെ നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുന്നത്, ഉദാഹരണമായി പെയിന്റിങ്ങോ കുക്കിങ്ങോ മ്യൂസിക് കേൾക്കുന്നതോ നമ്മുടെ ശ്രദ്ധയെ അമിത ചിന്തയിൽ നിന്നും മാറ്റാൻ സഹായിക്കും. 7. റൈറ്റ് ഇറ്റ് ഡൗൺ. നമ്മൾ നിരന്തരമായി ചിന്തിക്കുന്ന കാര്യത്തെ ഒരു കടലാസിൽ എഴുതുന്നത് അതിനെ മനസ്സിൽ നിന്ന് റിലീസ് ചെയ്യുവാനും കാര്യങ്ങളെ കൂടുതൽ മികച്ച രീതിയിൽ വിശകലനം ചെയ്യുവാനും സഹായിക്കും. കൂടാതെ അതിനെക്കുറിച്ച് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നത് ആക്ഷനബിൾ സ്റ്റെപ്സായി എഴുതുന്നത് കൂടുതൽ വ്യക്തത കിട്ടാൻ സഹായിക്കും. 8. പേഴ്സണാലിറ്റി ചേഞ്ച്. എല്ലാം കൺട്രോൾ ചെയ്യണം, എല്ലാവരും എന്നെ അംഗീകരിക്കണം, കാര്യങ്ങൾ പെർഫെക്റ്റ് ആകണം എന്ന നിർബന്ധങ്ങൾ മാറ്റാൻ ശ്രമിക്കാം. അൺസർട്ടനിറ്റി, വ്യക്തതയില്ലായ്മ പുണരുവാനും സ്വയം വിശ്വസിക്കാൻ ശ്രമിക്കുന്നതും സഹായകരമാണ്. ഓർത്തിരിക്കേണ്ട കാര്യം, ഈ മാറ്റങ്ങൾ പെട്ടെന്ന് ഉണ്ടാകുന്നതല്ല എന്നതാണ്. ക്ഷമയും സ്വയം സഹാനുഭൂതി കാണിക്കുന്നതും നിരന്തരമായ പരിശീലനവും സ്ഥിരതയും ഇതിനാവശ്യമാണ്. കൂടുതൽ ആകുലപ്പെടുന്നതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കുകയില്ല. കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ചുള്ള കുറ്റബോധവും ആ ഒരു കാര്യത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സഹായിക്കുകയില്ല. സമാധാനം കണ്ടെത്താൻ സഹായിക്കുന്നത് ആക്സെപ്റ്റൻസിലാണ്. ആക്സെപ്റ്റ് ഇംപെർഫെക്ഷൻ, ആക്സെപ്റ്റ് അൺസർട്ടനിറ്റി ആൻഡ് ആക്സെപ്റ്റ് അൺകൺട്രോളബിൾ. സമാധാനം കണ്ടെത്താൻ നമ്മളൊരു കാര്യത്തെ പൂർണ്ണമായും മനസ്സിലാക്കേണ്ടതില്ല, സഹിക്കേണ്ടതില്ല, അതുപോലെ തന്നെ മറക്കേണ്ടതുമില്ല. പകരം അവയെ ആക്സെപ്റ്റ് ചെയ്താൽ മാത്രം മതി, അംഗീകരിച്ചാൽ മാത്രം മതി. ആരോ പറഞ്ഞിട്ടുണ്ട്, ട്രൂ ഹെൽത്ത് ഈസ് മെഷേർഡ് ബൈ ദ ക്വാളിറ്റി ഓഫ് അവർ തോട്ട്സ് ആൻഡ് പീസ്ഫുൾനെസ് ഓഫ് അവർ മൈൻഡ്. ശരിയായ ആരോഗ്യം ആരംഭിക്കുന്നത് നമ്മുടെ മനസ്സുകളിലാണ്.